ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സിനോപ്സിസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോയും അതുപോലെ തന്നെ പ്രൊജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനെ പറ്റിയിട്ടുള്ള വീഡിയോയും ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, കം ടു ദ പോയിൻറ്റ്. ഇന്നത്തെ വീഡിയോയും മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. മറ്റൊന്നുമല്ല, ഒരുപാട് പേര് പ്രൊജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നറിയാതെ വെറീഡ് ആയിട്ടിരിക്കുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടെന്ന്. നമുക്കറിയാം, നമ്മുടെ മറ്റ് സബ്ജക്ട്സിനെ പോലെ അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ് നമ്മുടെ പ്രൊജക്റ്റും. സോ അതിൻ്റെ മാർക്ക് കൂടി നമ്മുടെ ഗ്രേഡ് കാർഡിൽ ആഡ് ആയാൽ മാത്രമേ നമുക്ക് സർട്ടിഫിക്കറ്റ് തരുള്ളൂ. നിങ്ങളിൽ ഭൂരിഭാഗം പേരും 2024 ജാനുവരി തൊട്ട് 2025 ജാനുവരിയുടെ ഉള്ളിലായിട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തവരായിരിക്കും. നോർമലി ജൂൺ ടേം എക്സാമിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് വരുന്ന പ്രൊജക്റ്റ് റിപ്പോർട്ട് സബ്മിഷൻ ഡ്യൂ ഡേറ്റിനകത്താണ് നിങ്ങൾ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ജൂൺ ടേമിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ റിസൾട്ടൊക്കെ പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ കൂടെ ആയിട്ടാണ് നമ്മുടെ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ മാർക്കും ആഡായി വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്കറിയാമല്ലോ, നമ്മുടെ റിസൾട്ട് വരുന്നത് 1, 2, 3 മാസങ്ങളിലൊക്കെ ആയി ഏതെങ്കിലും ഓരോ ദിവസമായിരിക്കും ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്ക് കയറുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും മാർക്ക് ഗ്രേഡ് കാർഡിൽ അപ്ഡേറ്റ് ആയതിന് ശേഷം ഒരു 1 to 1.5 months നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. അതിനുള്ളിൽ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ മാർക്ക് അപ്ഡേറ്റ് ആയോ എന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് സ്റ്റിൽ ഗ്രേഡ് കാർഡിൽ ഒരു മാറ്റവും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇനിയൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത്. അതിനായി നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ ഇഗ്നോ ഗ്രീവൻസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇപ്പോൾ കാണുന്ന വിൻഡോയിലായിട്ട് ഇഗ്നോ ഗ്രീവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ലിങ്കിലായിട്ട് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ ഗ്രീവൻസ് കാറ്റഗറി എന്നതിൽ പ്രൊജക്റ്റ് എന്ന് കൊടുക്കുക. ആൻഡ് ദെൻ സബ്ജക്റ്റിൽ പ്രൊജക്റ്റ് മാർക്ക് അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഇനി കാണുന്ന വിൻഡോയിലായിട്ട് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് കൊടുക്കണം. സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത ശേഷം അതിൻ്റെ അടിയിലായിട്ട് കാണുന്ന ക്വറി എന്നുള്ള ഭാഗത്താണ് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ മാർക്ക് അപ്ഡേഷൻ ആവാത്ത കാര്യം പറഞ്ഞ് നോർമൽ ഒരു മെയിൽ അയക്കുന്ന പോലെ റെസ്പെക്റ്റഡ് സാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർക്ക് അപ്ഡേഷൻ്റെ കാര്യം ഷോർട്ടായിട്ടൊന്ന് പറയാം. അതേപോലെ തന്നെ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാണിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് അയക്കുന്ന സമയത്ത് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്നൊരു സ്ലിപ്പ് കിട്ടിയിട്ടുണ്ടാവും, നമ്മൾ അയച്ചതിൻ്റെ ഒരു റെസീറ്റായിട്ട്. ആ റെസീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പറഞ്ഞ സൈസിനകത്താക്കി റെഡ്യൂസ് ചെയ്തതിന് ശേഷം അതുകൂടെ അതിൽ അപ്ലോഡ് ചെയ്ത് വയ്ക്കാം. ഫയൽ അപ്ലോഡ് ചെയ്യുന്നത് കമ്പൾസറി അല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാതെ ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഗ്രീവൻസ് നമുക്ക് മെയിലായിട്ടാണ് സെൻഡ് ആവുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ റിപ്ലൈ നമുക്ക് മെയിലായിട്ട് വരും. അപ്പം അതിനനുസരിച്ച് നമ്മുടെ ഗ്രേഡ് കാർഡ് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, മാറ്റങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന്. ഗ്രീവൻസ് അയച്ച് റിപ്ലൈ കിട്ടാൻ ഒരാഴ്ചയുടെ ഉള്ളിൽ റിപ്ലൈ കിട്ടും. അതേപോലെ തന്നെ മാർക്ക് അപ്ഡേഷനിൽ മാറ്റം വരാനും 1-2 ആഴ്ചയൊക്കെ പിടിക്കും. അതുപോലെ തന്നെ കുറേ പേരുടെ ഗ്രേഡ് കാർഡിലായിട്ട് പ്രൊജക്റ്റിൻ്റെ നേരെ റിസീവ് ഇൻ പ്രോസസ്സ് അല്ലെങ്കിൽ റിസീവ്ഡ് ആൻഡ് ഇൻ പ്രോസസ്സ് എന്നൊക്കെ സ്റ്റാറ്റസ് കാണാം. അങ്ങനെ ഗ്രേഡ് കാർഡിൽ കാണിച്ച ഒരുപാട് പേർക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് പ്രൊജക്റ്റിൻ്റെ മാർക്കടക്കം അതിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അത് നിങ്ങൾ കുഴപ്പമില്ല, അങ്ങനെയെങ്കിലും കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുന്ന സമയത്ത് അതിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക്. ഇതൊന്നുമില്ലാതെ ഗ്രേഡ് കാർഡിൽ പ്രൊജക്റ്റിൻ്റെ കോളം പോലും ഇല്ലാത്തവരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ ഞാൻ പറഞ്ഞ സമയം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. അതിന് ശേഷം ഇതുപോലെ ഗ്രീവൻസ് അയച്ച് നോക്കൂ കേട്ടോ. ശേഷം നമ്മുടെ സ്റ്റാറ്റസ് ഇടയ്ക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക ഗ്രേഡ് കാർഡ് എടുത്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ ഇനി ആരും പ്രൊജക്റ്റ് റിപ്പോർട്ടിൻ്റെ മാർക്കിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗ്രീവൻസ് അയച്ചോളൂ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.